അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു എഗ് പപ്സ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ, കുഴക്കാതെയും പരത്താതെയും നമുക്ക് കടകളിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നൈസായി കട്ട് ചെയ്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നല്ല വലുപ്പമുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 3 പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. മസാല നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ടൈം ഉപ്പ് നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കറക്റ്റ് പാകം തന്നെയാണ്. ഇനി നമുക്ക് പപ്സിന് വേണ്ടി 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 6 പപ്സാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് മുട്ടയും മസാലയും റെഡിയാക്കി എടുക്കണം. ഇവിടെ 6 പപ്സിന് 3 മുട്ടയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ മുട്ട ഇങ്ങനെ 2ആയി കട്ട് ചെയ്തെടുക്കാം. പിന്നീട് വേണ്ടത് ഒരു മുട്ട നന്നായി ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഇതെല്ലാം മാറ്റി വെക്കാം. ശേഷം നമുക്ക് വേണ്ടത് ഫ്രോസൺ പൊറോട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 6 പപ്സാണല്ലോ ആക്കുന്നത്, അതുകൊണ്ട് തന്നെ 6 പപ്സിന് 3 പൊറോട്ടയാണ് വേണ്ടത്. ഒരു പൊറോട്ടയിൽ നമുക്ക് 2 പപ്സ് റെഡിയാക്കി എടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി എടുത്ത ശേഷം മാത്രമേ പൊറോട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നേരത്തെ എടുത്ത് പുറത്ത് വെക്കേണ്ടതില്ല. അങ്ങനെ വെക്കുമ്പോൾ പപ്സിന്റെ കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണോ പപ്സ് റെഡിയാക്കുന്നത് ആ ടൈമിൽ പൊറോട്ട എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതാ ഒരു പൊറോട്ട എടുത്ത് 4 പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 2 പീസ് എടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഒരു പപ്സിന് 2 പീസ് പൊറോട്ട അങ്ങനെയാണ് എടുക്കേണ്ടത്. ശേഷം ഇതിന്റെ നടുവിലായി മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മസാല എടുത്ത് ഇതുപോലെ വെച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയിൽ നിന്നും ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായി തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ പരത്തി പപ്സിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി ഞാൻ ബട്ടർ പേപ്പറിൽ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ആക്കി കാണിച്ചു തരാം. ഇത് 2 പൊറോട്ട വെച്ച് കൊടുത്ത് മസാല ഇട്ട് കൊടുക്കാം. ശേഷം മുട്ട വെച്ച് കൊടുത്ത് ഇതുപോലെ മടക്കി കൈകൊണ്ട് പപ്സിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഫ്രോസൺ പൊറോട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പപ്സ് ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ചിട്ടും പരത്തിയിട്ടൊന്നും സമയം കളയേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ.
ഇത് ഇത്രേ ഉള്ളൂ. ഈ പൊറോട്ട നന്നായി വെലിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാം ആക്കിയെടുക്കാം. ഞാനിവിടെ ആദ്യം 3 എണ്ണമാണ് ആക്കിയെടുക്കുന്നത്. ഇതിന് മുകളിലായി നേരത്തെ അടിച്ചു വെച്ച മുട്ട പപ്സിന്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിത് എയർ ഫ്രയറിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലോ പാനിലോ ആക്കിയെടുക്കാവുന്നതാണ്. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോഴിതാ ഞാനിവിടെ 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് തുറന്ന് നോക്കാം. അപ്പൊ ഇതാ നല്ലതുപോലെ തന്നെ മുകൾ ഭാഗം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 25 മിനിറ്റ് ആണ് കേട്ടോ വെക്കേണ്ടത്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. പപ്സ് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പപ്സ് തിന്നാൻ തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ആക്കി മക്കൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോഴിതാ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിലെ മുട്ടയുടെ കളറ് മാറിയത് കാണുമ്പോൾ തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പേടിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ഞാൻ മുട്ടയുടെ കളറ് മാറിയത് കണ്ടാൽ പിന്നെ കൊടുക്കാറില്ല. അപ്പോഴിതാ നമ്മുടെ പപ്സിയുടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്